പുതിയൊരു PR തന്ത്രവുമായി നമ്മുടെ സതീശൻജി സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും നാൾ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാം, അതിനെ വോട്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് കനകോലു തന്ത്രത്തിലൂടെ മനസ്സിലായതോടെ ഇപ്പോഴിതാ കരഞ്ഞ് കാല് പിടിക്കുവാനുള്ള ആ ഒരു അടവ് തന്ത്രവുമായിട്ട് സതീശൻജി സ്റ്റേജുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. അമ്മേ, കരയണ കരച്ചിൽ കണ്ടാ പെറ്റ തള്ള സഹിക്കൂലേ. എന്നാ കരച്ചില നമ്മുടെ സതീശൻജി കരയുന്നേ. കരഞ്ഞ് മെഴുകുകയല്ലേ. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്തത് കൊണ്ട് ഗ്ലിസറിൻ വാരിക്കോരി തേച്ചാണ് നമ്മുടെ സതീശൻജി കരയുന്നത്. അവസ്ഥ ആലോചിച്ച് നോക്കണേ. സാധാരണക്കാരെ പറ്റിച്ച് സാധാരണക്കാരുടെ സമ്മതിദാന അവകാശം തൻ്റെ കീശയിലോട്ടാക്കുവാൻ വേണ്ടി സതീശൻജി കിടന്ന് പെടുന്ന പരാക്രമങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ഈ കോൺഗ്രസ്സുകാർ സതീശനെയൊക്കെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയതെന്ന് ചോദിച്ചാൽ ചോദ്യചിഹ്നം മാത്രം. എന്തായാലും ശരി, ജനങ്ങളെ പറ്റിക്കാൻ പുതിയ കനകോലു തന്ത്രവുമായിട്ട് PR പണിയുമായിട്ട് സതീശൻ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ രീതിയിൽ അധപ്പതിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. എന്തായാലും ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും സതീശൻജി കരഞ്ഞു മെഴുകുകയാണ് സുഹൃത്തുക്കളെ, കരഞ്ഞു മെഴുകുകയാണ്. എന്തായാലും ശരി, ഇത്തരത്തിൽ കരഞ്ഞിട്ടൊന്നും യാതൊരു ഉപയോഗവുമില്ല. വാ തുറന്നാൽ പെരും നുണകൾ മാത്രം പറയുന്ന, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന സതീശൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ഇവിടുത്തെ സാധാരണക്കാർക്കറിയാം. അതുകൊണ്ട് കരഞ്ഞു മെഴുകിയത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ സതീശന് വേണ്ടിയിട്ട് ഒരു ഈച്ച കുഞ്ഞുങ്ങൾ പോലും കേരളത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. എന്നാലും പറയാതിരിക്കാൻ വയ്യ. എന്തൊരഭിനയമാണ് എൻ്റെ പൊന്നോ. ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്.